Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chess Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 ഏപ്രിൽ 5 ഞായറാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ബഹ്റിന് നേരെ തൊടുത്തുവിട്ട 13 ഡ്രോണുകൾ കൂടി പ്രതിരോധ സേന വെടിവെച്ചിട്ടു. ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇവ തകർത്തതെന്ന് നാഷണൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ അറിയിച്ചു. ആക്രമണം ആരംഭിച്ചതു മുതൽ ഇതുവരെ 188 മിസൈലുകളും 466 ഡ്രോണുകളും BDF തകർത്തിട്ടുണ്ട്. രാജ്യം അതീവ ജാഗ്രതയിലാണെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും കിംവദന്തികൾ പ്രചരിപ്പിക്കരുതെന്നും പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ഉത്തരവാദിത്തപരമായ ആശയവിനിമയം അത്യാവശ്യമാണെന്നും രാജ്യം സുരക്ഷിതമാണെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ബഹ്റിനിലെ പ്രമുഖ വ്യവസായ കേന്ദ്രങ്ങളായ GPIC, ബാപ്കോ എനർജീസ് എന്നിവയ്ക്ക് നേരെ ഇന്ന് പുലർച്ചെ ഇറാന്റെ ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തെ തുടർന്ന് GPICയുടെ പ്രവർത്തന യൂണിറ്റുകളിലും ബാപ്കോയുടെ സ്റ്റോറേജ് ടാങ്കിലും തീപിടുത്തമുണ്ടായെങ്കിലും സിവിൽ ഡിഫൻസ് അടിയന്തര സേനയും ചേർന്ന് ഉടൻ തന്നെ തീയണച്ചു. സംഭവത്തിൽ ആർക്കും പരിക്കുകളോ ജീവഹാനിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും പ്ലാന്റുകൾ സുരക്ഷിതമാണെന്നും അധികൃതർ അറിയിച്ചു. ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതായും നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരികയാണെന്നും കമ്പനികൾ വ്യക്തമാക്കി. സർക്കാർ ഏജൻസികളുടെ നേതൃത്വത്തിൽ മേഖലയിൽ അതീവ ജാഗ്രത തുടരുകയാണ്. ബഹ്റിൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഉയിർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾ ഭക്തിനിർഭരമായി നടന്നു. ഇന്നലെ വൈകിട്ട് ആരംഭിച്ച സന്ധ്യാ നമസ്കാരം, ഉയിർപ്പിന്റെ പ്രത്യേക ശുശ്രൂഷകൾ, വിശുദ്ധ കുർബാന എന്നിവയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ലോകസമാധാനത്തിനും നന്മയ്ക്കും ഉയിർപ്പിന്റെ അനുഭവം വഴികാട്ടിയാകട്ടെ എന്ന് ഇടവക വികാരി റവറൻ ഫാദർ ജേക്കബ് തോമസ് കാരിക്കൽ സന്ദേശത്തിൽ പറഞ്ഞു. സഹവികാരി റവറൻ ഫാദർ തോമസ് കുട്ടി PN, ട്രസ്റ്റി ജോൺ KP, സെക്രട്ടറി കുരുവിള പാപ്പി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. വിവിധ സബ് കമ്മിറ്റികളുടെ ഏകോപനം പെരുന്നാൾ ചടങ്ങുകളുടെ വിജയകരമായ നടത്തിപ്പിന് സഹായകമായി. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് Send money from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993. വോയിസ് ഓഫ് ട്രിവാൻഡ്രം ബഹ്റിൻ ഫോറവും ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റിൻ ചാപ്റ്ററും സംയുക്തമായി സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ ഡ്രോപ്പ് ഓഫ് ലൈഫ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 100-ലധികം രക്തദാതാക്കൾ പങ്കെടുത്ത ഈ കാരുണ്യ സംരംഭം VOTയും BDKയും ചേർന്ന് നടത്തുന്ന രണ്ടാമത്തെ ക്യാമ്പാണ്. VOT വൈസ് പ്രസിഡന്റ് ആനന്ദ് വേണുഗോപാൽ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ ലത്തീഫ് K മുഖ്യാതിഥിയായിരുന്നു. വിനീഷ് S, റോജി ജോൺ, സാബു അഗസ്റ്റിൻ, രേഷ്മ ഗിരീഷ് തുടങ്ങിയവരും VOT BDK ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ക്യാമ്പിന്റെ വിജയകരമായ നടത്തിപ്പിന് BDK പ്രവർത്തകർ നേതൃത്വം നൽകി. ബഹ്റിനിൽ വോയിസ് ഓഫ് ട്രിവാൻഡ്രവും BDKയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു.
പാലക്കാട് മേഴത്തൂർ സ്വദേശി ഷാഹുൽ ഹമീദ് ബഹ്റിനിൽ ഹൃദയാഘാതം മൂലം അന്തരിച്ചു. 54 വയസ്സായിരുന്നു പ്രായം. കമീസിലെ താമസ സ്ഥലത്ത് അബോധാവസ്ഥയിൽ കാണപ്പെട്ട അദ്ദേഹത്തെ സൽമാനിയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ബഹ്റിൻ KMCC മയ്യത്ത് പരിപാലന വിങ്ങിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. സൽമത്താണ് ഭാര്യ. ഷിയാസ്, സഹീല, ഷൈഖ എന്നിവർ മക്കളാണ്. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.